ടോം, ആ ശാപം നമ്മുടെ തലയ്ക്ക് മീതെ തന്നെയുണ്ട്. വിക്കിത് പറയുമ്പോൾ അവിടെ തലയ്ക്ക് മുകളിൽ കൊടുങ്കാറ്റിൻ്റെ അലകൾ അടിച്ചു തുടങ്ങിയിരുന്നു. ആ ദ്വീപിലേക്ക് അധികം വൈകാതെ വൻ കൊടുങ്കാറ്റ് വന്ന് ഭവിക്കാൻ പോവുകയാണ്. ഈ ഒരു നിമിഷം നമ്മൾ ആ കാര്യം ഉറപ്പിക്കുവാണ്. അത് മുമ്പ് കരുതിയ പോലെ തന്നെ കറക്റ്റാണ്. റിച്ചാർഡിൻ്റെ മകൾ ഫ്രാൻസിസ് തന്നെയാണ് 1700കളിലെ ആ ഭീകരമായ രാത്രിയിൽ ബോട്ടിൽ നിന്നും കടലിലേക്ക് വീണ് പോയത്. ആ ദൃശ്യം ശരിക്കും നമ്മുടെ നെഞ്ചിലൊരു ഭീതി പടർത്തും. അറ്റമില്ലാത്ത വന്യമായ കടലിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ ഡിങ്കി ബോട്ട്, അതിൽ കയ്യിലുള്ള തുഴകൾ സർവ്വശക്തിയും എടുത്ത് ചലിപ്പിച്ചുകൊണ്ട് സാറ ആ ദ്വീപിൻ്റെ പരിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ ബോട്ടിൽ സാറയുടെ മേലുള്ള ഒരൊറ്റ ധൈര്യത്തിൽ റിച്ചാർഡോണൻ്റെ മക്കളായ തോമസ്, ഹോളിയോക്ക്, ക്രോംവെൽ, ജോൺ, പിന്നെ കൊച്ചു പെൺകുട്ടിയായ ഫ്രാൻസിസ് എന്നിവരും ആ ഒരു കൊച്ചു വഞ്ചിയിലിരിക്കുമ്പോൾ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നോ ഇനി എന്ത് സംഭവിക്കുമെന്നോ ഒരു നിശ്ചയമില്ല. കാരണം തങ്ങളെ കാത്തു നിൽക്കേണ്ടിയിരുന്ന ആ ഒരു വലിയ വ്യാപാരി കപ്പലിനെ സാറയ്ക്ക് എവിടെയോ വെച്ച് പൂർണ്ണമായും കൈമോശം വന്നിരിക്കുന്നു. ചുറ്റും നോക്കിയാൽ കാറ്റും കറുത്ത കടലും മാത്രം. എങ്ങോട്ട് തിരിയണമെന്നറിയാതെ വഴിയറിയാത്തൊരു യാത്രയിലാണ് അവരെല്ലാവരും. ഈ ശാപം വെറുമൊരു കഥയല്ല, മറിച്ച് ആ ദ്വീപിൻ്റെ അതിരുകളെപ്പോലും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണെന്ന് ഈ രംഗം തെളിയിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭയത്തോടെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നാണ് ആ ദ്വീപിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന മാന്ത്രിക ശാപത്തിൻ്റെ ഏറ്റവും പുറഭാഗത്തുള്ള അതിർത്തിയിലേക്ക് ആ ബോട്ട് എത്തിച്ചേരുന്നത്. ആ നിമിഷം മുതൽ അവിടെ നടക്കുന്നത് തികച്ചും അവിശ്വസനീയവും ഭയപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ്. അതിർത്തി കടക്കാൻ ശ്രമിച്ച പാടെ ബോട്ടിലുണ്ടായിരുന്ന പുരുഷന്മാരായ തോമസ്, ഹോളിയോക്ക്, ക്രോംവെൽ, ജോൺ എന്നിവർക്ക് പെട്ടെന്ന് കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. അവർ ചോര തുപ്പാനും ശ്വാസം മുട്ടാനും തുടങ്ങുകയാണ്. അതിനിടയിൽ ഹോളിയോക്ക് ഭയത്തോടെ അലറി വിളിക്കുന്നുണ്ട്. തനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലെന്നും താൻ പൂർണ്ണമായും അന്ധനായി പോയെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു രംഗം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മുൻപത്തെ എപ്പിസോഡുകളിലെ ഒരു പ്രധാന സംഭവമാണ്. വർത്തമാനകാലത്തിൽ ലോറൻ എന്ന കഥാപാത്രം ഒരു ഫെറി ബോട്ടിൽ കയറി ഈ ദ്വീപിൻ്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ചപ്പോഴും ഇതേ കാര്യമാണ് സംഭവിച്ചത്. അവൾക്കും കാഴ്ച നഷ്ടപ്പെടുകയും കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് ടോം വിചാരിച്ചത് ലോറന് പ്രീക്ലാംസിയ, ഗർഭകാലത്തുണ്ടാകുന്ന കടുത്ത രക്തസമ്മർദ്ദം, അതുമൂലമാണ് ആ അവസ്ഥ സംഭവിച്ചതെന്നാണ്. എന്നാൽ ഹോളിയോക്കിൻ്റെ ഈ പഴയകാലത്തെ അനുഭവം കൂടി കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ലോറൻ്റെ അസുഖം വെറുമൊരു മെഡിക്കൽ കണ്ടീഷൻ ആയിരുന്നില്ല, മറിച്ച് ആ ദ്വീപിൻ്റെ അതിർത്തി കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അമാനുഷിക പ്രതിഭാസമായിരുന്നു അത്. ആ ദ്വീപിൻ്റെ മണ്ണ് ആരെയും അത്ര പെട്ടെന്ന് പുറത്തു പോകാൻ അനുവദിക്കില്ലെന്ന തിരിച്ചറിവ് ശരിക്കും ഒരു ഞെട്ടൽ തന്നെയാണ്. ഈ അവിശ്വസനീയമായ കാര്യങ്ങൾ കണ്ട് സാറയുടെ ബോധം മറിയുന്ന അവസ്ഥയിലാവുന്നു. ഭയം കൊണ്ട് വിറയ്ക്കുന്ന അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ആ ആശയക്കുഴപ്പത്തിനിടയിൽ പെട്ടെന്ന് ആ കറുത്ത കടലിൽ നിന്ന് ഒരു ഭീകരമായ ഓളം വന്ന് അവിടെ കൊച്ചു ഡിങ്കി ബോട്ടിനെ വല്ലാതെ ഉലയ്ക്കുന്നതും ബോട്ടിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ആ കൂട്ടത്തിലെ കൊച്ചു പെൺകുട്ടിയായ ഫ്രാൻസിസ് തെറിച്ച് വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. വെള്ളത്തിൽ വീണ് മുങ്ങിത്താഴുന്ന ഫ്രാൻസിസിനെ കണ്ട് സാറ പരിഭ്രാന്തിയാകുന്നു. അവളെ രക്ഷിക്കാൻ മറ്റു വഴികളൊന്നും കാണാത്തത് കൊണ്ട് സാറ ബോട്ടിലുണ്ടായിരുന്ന ഒരു ശൂന്യമായ തടിപ്പെട്ടി അതെടുത്ത് വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഫ്രാൻസിസിന് അത് പിടിച്ച് കിടക്കാൻ സാധിക്കട്ടെ എന്ന് കരുതിയാണ് സാർ അത് ചെയ്യുന്നത്. ഭാഗ്യത്തിന് ഫ്രാൻസിസ് എങ്ങനെയൊക്കെയോ നീന്തി ആ തടിപ്പെട്ടിയിൽ വലിഞ്ഞു കയറി പിടിച്ച് കിടക്കുന്നുണ്ട്. എന്നാൽ ദുരന്തം അവിടെയും തീരുന്നില്ല. കാറ്റും കൂളും ആകി നിറഞ്ഞ ആ കടലിൽ ആ പെട്ടിയിൽ കിടന്നുകൊണ്ട് ഫ്രാൻസിസ് ചുറ്റും നോക്കുമ്പോൾ അവൾക്ക് തൻ്റെ കുടുംബം ഇരിക്കുന്ന ആ കൊച്ചുബോട്ട് കാണാൻ സാധിക്കുന്നില്ല. വെറും നിമിഷങ്ങൾക്കുള്ളിൽ സാറയും ഫ്രാൻസിസിൻ്റെ ബാക്കി കുടുംബാംഗങ്ങളും ആ ആഴക്കടലിലേക്ക് അപ്രത്യക്ഷമാവുന്നു. അവരെ ആ കടൽ വിഴുങ്ങിയതുപോലെയാണ് തോന്നുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഇതുവരെ ആ വെള്ളത്തിനടിയിൽ ഒരു കടൽ രാക്ഷസൻ അഥവാ ക്രാക്കൺ ഉണ്ടോ ഇല്ലയോ എന്ന് എവിടെയും സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കടൽ ജീവി ചെയ്തതാണോ അതോ ദ്വീപിലെ ശാപം നേരിട്ട് ചെയ്തതാണോ എന്നത് ഇപ്പോഴും നിഗൂഢമാണ്. ഏതായാലും ആ രാത്രിയിൽ ഫ്രാൻസിസ് ഒഴികെ ബാക്കി എല്ലാവരും കടലിൽ മുങ്ങി. അവരെ പിന്നീട് ആരും കണ്ടിട്ടുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീണ്ടും പ്രസന്റ് ടൈമിലേക്ക് വരുമ്പോൾ വിഡോസ് ബേ ദ്വീപിൻ്റെ ആകാശത്ത് വലിപ്പമേറിയ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് വെറുമൊരു സാധാരണമായ ലക്ഷണമല്ല. അന്ന് 1700കളിൽ ആ പെൺകുട്ടി, അതായത് ഫ്രാൻസിസ്, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വഴി ഈ ദ്വീപിൻ്റെ ശാപം തുടരാൻ കാരണമായെന്നും അവളുടെ ആ ഒരു അതിജീവനം ഈ വർത്തമാനകാലത്തെ വലിയൊരു വിപത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നുമാണ് ആ കറുത്ത മേഘങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ മണ്ണും പ്രകൃതിയും കോപിച്ചിരിക്കുകയാണ്. ഇതിനി നമ്മളുടെ ആളുകൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ടൗൺ ഹാളിൽ നമ്മുടെ ടോമും പട്രീഷ്യയും തമ്മിൽ കടുത്തൊരു ചർച്ച നടക്കുകയാണ്. ടോമിൻ്റെ മുഖത്ത് നോക്കിയാൽ അങ്ങേയറ്റത്തെ നിരാശയും ആശയക്കുഴപ്പവും വ്യക്തമായി കാണാം. കാരണം ഈ ദ്വീപിൻ്റെ ശാപം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവർ വലിയൊരു ആക്ഷൻ പ്ലാനൊക്കെ തയ്യാറാക്കിയിരുന്നു. ആ ശാപത്തിൻ്റെ പ്രധാന കാരണക്കാരനായ റിച്ചാർഡിനെ കൊന്നാൽ എല്ലാം തീരുമെന്നാണ് ടോം കരുതിയത്. എന്നാൽ ആ പ്ലാൻ പാടെ പരാജയപ്പെട്ടു. റിച്ചാർഡിനെ ഇല്ലാതാക്കിയിട്ടും ശാപം മാറില്ലെന്ന് കണ്ടതോടെ താനിനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ടോം തകർന്നു പോയിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് പട്രീഷ്യ ടോമിനോട് ആവശ്യപ്പെടുന്നത് ദ്വീപിലെ ആപൽ സൂര്യൻ നൽകുന്ന സൈറൻ മുഴക്കാൻ. സൈറൻ കേട്ടാൽ മാത്രമേ ദ്വീപിലെ സ്ഥിര താമസക്കാരായ ജനങ്ങൾക്ക് തങ്ങളുടെ വീടുകളുടെ ജനലുകളും വാതിലുകളും പലകകൾ വെച്ചടിച്ച് സുരക്ഷിതമാക്കാൻ സാധിക്കൂ. അതിനുശേഷം ടൗണിലുള്ള വിനോദസഞ്ചാരികളെയും മറ്റ് ജനപ്രതിനിധികളെയും കൂട്ടിക്കൊണ്ട് ടൗൺ ഹാളിൻ്റെ ബേസ്മെൻറ്റിലുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റോം ഷെൽട്ടറിലേക്ക് മാറാനും അവൾ ഉപദേശിക്കുന്നു. പക്ഷേ ടോം അതിനിപ്പോഴും തയ്യാറാകുന്നില്ല. അയാളുടെ മനസ്സിൽ വേറെ ചില ചിന്തകളാണ്. ഇത്രയും ദൂരത്ത് നിന്ന് ഈ മനോഹരമായ ദ്വീപ് കാണാൻ വന്ന ടൂറിസ്റ്റുകളുടെ യാത്ര
ടൗൺ ഹാളിൻ്റെ ഇരുണ്ട ബേസ്മെൻറ്റിൽ പേടിച്ചിരുന്ന് അവസാനിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അത് ദ്വീപിൻ്റെ പേരിനെ ബാധിക്കുമെന്നും അവിടെ അവധിക്കാലം നശിക്കുമെന്നുമാണ് ലോഫ്റ്റിസ് വിചാരിക്കുന്നത്. ടോമിൻ്റെ ഈ ബാലിശമായ വാദങ്ങൾ കേട്ട് പട്രീഷ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ ടോമിൻ്റെ മുഖത്ത് നോക്കി ഒരു കടുത്ത സത്യം പറയുന്നു. അവിടെ യാത്ര അങ്ങനെയാണ് അവസാനിക്കുന്നതെങ്കിൽ അവനെ കുറച്ച് കഷ്ടപ്പെട്ടാലും ജീവനോടെയെങ്കിലും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകും. പക്ഷേ ഇപ്പോൾ ഈ സൈറൻ മുഴക്കിയില്ലെങ്കിൽ അവരെല്ലാം ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ശവപ്പെട്ടിയിലായിരിക്കും, ബോഡി ബാഗ്സിലായിരിക്കും. ഈ വാക്കുകൾ കേൾക്കുന്നതോടെ ടോമിനും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നുണ്ടെങ്കിലും തൻ്റെ പ്ലാൻ പാളിയൻ്റെ സങ്കടത്തിൽ അയാൾ വല്ലാതെ അസ്വസ്ഥനാകുന്നു. പട്രീഷ്യ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ടോമിനറിയാം. സാറിന് മുഴക്കിയാൽ മാത്രമേ ദ്വീപിലുള്ള നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ടും തൻ്റെ തോൽവി സമ്മതിക്കാൻ കഴിയാതെ അയാൾ ഓഫീസിനുള്ളിൽ ആ കലിപ്പങ്ങ് തീർക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കലണ്ടർ എടുത്ത് കീറി ദേഷ്യം കാണിക്കാന്ന് വെച്ചാൽ പുല്ല് കീറി വരുന്നുമില്ല. ദ്വീപിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പെയിൻറ്റിങ് അത് കണ്ട് അടിച്ചു കയറി അത് വലിച്ചു കയറാനായിട്ട് എടുക്കാൻ നോക്കുമ്പോഴോ നല്ല വെയിറ്റുമായിരുന്നു പണ്ടാരം. അത് ഭിത്തിയിൽ നിന്ന് ഊരി നടുവും വെട്ടി നേരെ ടോമിൻ്റെ മേലേക്ക് തന്നെ വീട് മൊത്തത്തിൽ പ്രശ്നം. ശരിക്കും ഒരു ഡാർക്ക് കോമഡി രംഗമാണെന്ന് എടുത്തു പറയണ്ടല്ലോ. ഒരു വശത്ത് വലിയൊരു കൊടുങ്കാറ്റ് വരുന്നു, മറുവശത്ത് നായകൻ ഒരു പെയിൻറ്റിങ്ങിനിടയിൽ പെട്ട് കിടക്കുന്നു. ഈ ഒരു സമയത്താണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. രക്ഷിക്കാനെത്തുന്ന പട്രീഷ്യയുടെ ശ്രദ്ധ ആ പെയിൻറ്റിങ്ങിലെ സ്ത്രീയുടെ രൂപത്തിലേക്ക് പോവുകയാണ്. അവൾ ആ ചിത്രത്തിലേക്ക് സൂക്ഷ്മമായി നോക്കുന്നു. ആ ചിത്രത്തിലെ സ്ത്രീക്ക് ഒരു കൈവിരലില്ലെന്ന കാര്യം പട്രീഷ്യ പെട്ടെന്ന് തിരിച്ചറിയുകയാണ്. നമ്മൾ കുറേ എപ്പിസോഡുകൾക്ക് മുമ്പേ കണ്ടെത്തിയ ആ കാര്യം പട്രീഷ്യ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒപ്പം മറ്റൊരു കാര്യം, ഈ മഹേശ്വരിക്ക് ഒരു വിരലില്ല. ഈ ഡീറ്റെയിലിംഗ് ഒക്കെ സസ്പീഷ്യസ് ആണ്. നമുക്ക് വരും കാഴ്ചകളിൽ അത് ക്ലിയർ ചെയ്യാൻ കഴിയും. ഈ ഒരു കണ്ടെത്തൽ വലിയൊരു ചിന്തയിലേക്കാണ് നയിക്കുന്നത്. അവൾ ടോമിനെ അവിടെ തന്നെ ഇട്ടിട്ട് സാറുടെ പഴയ ജേണൽ എടുക്കാനായി ഓടുന്നു. ഈ സമയം ശബ്ദം കേട്ട് ടൗൺ ഹാളിലുള്ള മറ്റുള്ളവരും റോസ്മേരിയൊക്കെ വന്നിട്ട് ടോമിൻ്റെ അവസ്ഥ കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താനാണ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് റോസ്മേരി വലിയ ഭാവത്തിൽ ടോമിനെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആ വലിയ പെയിൻറ്റിങ് പൊക്കാൻ നോക്കുന്നതിനിടയിൽ സ്വന്തം നടുവ് മിന്നി വേറെ കൊണ്ട് പൊളഞ്ഞ് മാറുന്നതിന് പിറകെ ഒടുക്കം ഗാർഡായ കെന്നി വന്നിട്ടാണ് ടോമിനെ ആ പെയിൻറ്റിങ്ങുകളിൽ നിന്ന് എങ്ങനെയൊക്കെയോ വലിച്ച് പുറത്തെടുക്കുന്നത്. ടോം ശ്വാസം നേരെ വീണ്ടെടുക്കുമ്പോഴേക്കും പട്രീഷ്യ സാറയുടെ ഡയറിയുമായി തിരിച്ചെത്തുന്നു. അവൾ ടോമിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങുകയാണ്. സാറയുടെ ഡയറി പ്രകാരം പണ്ട് 1700-കളിൽ കടലിൽ കാണാതായ ഒരു കൊച്ചു പെൺകുട്ടി ഫ്രാൻസിസ് ഫാറിൻ്റെ ഒരു കൈവിരൽ അവളുടെ സ്വന്തം സഹോദരൻ അടിച്ചോടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പെയിൻറ്റിങ്ങിലേക്ക് നോക്കൂ. ഇതിലുള്ളത് ബർണാബസ് ഫിഷറുടെ ഭാര്യയായ ഫ്രാൻസിസ് ഫിഷറാണ്. അവളുടെ കയ്യിലും ഒരു വിരലില്ല. അതിലുപരി ആ ഫ്രാൻസിസ് ഫിഷറുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അവൾ പണ്ട് എവിടെ വന്നെന്നോ ആരാണെന്നോ അറിയാതെ വിഡോസ്ബയുടെ തീരത്ത് വന്നടിഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു എന്ന്. ഇവിടെ നമ്മളും ആലോചിച്ച് പോകും, ഈ ദ്വീപിലുള്ളവർക്ക് ഇത്രയും കാലം എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള കാര്യം കണക്ട് ചെയ്യാൻ പറ്റാതെ പോയത്? ദ്വീപിൽ നിന്ന് ഫ്രാൻസിസ് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അതേ തീരത്ത് ഫ്രാൻസിസ് എന്ന പേരുള്ള മറ്റൊരു പെൺകുട്ടി വന്ന് അടിയുന്നു. എന്നിട്ടും ഇത്രയും നൂറ്റാണ്ടുകളായി ഒരാൾ പോലും ഇത് തമ്മിൽ കൂട്ടി വായിച്ചില്ല എന്നത് വലിയൊരു കോമഡി തന്നെ. പക്ഷേ അവിടെയാണ് ഈ ദ്വീപിൻ്റെ നിഗൂഢത. പല കാര്യങ്ങളും ദ്വീപിൻ്റെ ഇച്ഛയനുസരിച്ച് ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രതിഭാസം. പക്ഷേ ഇപ്പോൾ പട്രീഷ്യ ആ രഹസ്യം കണ്ടെത്തിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്തെന്നല്ലേ? അന്ന് ആ കടലിൽ വെച്ച് ഫ്രാൻസിസ് മരിച്ചിട്ടില്ല, അവൾ രക്ഷപ്പെട്ടു. അവൾക്ക് പിന്നീട് കുട്ടികളുണ്ടായി. അതായത് ശാപത്തിൻ്റെ കാരണക്കാരനായ റിച്ചാർഡിൻ്റെ രക്തബന്ധം ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ട്. അതുതന്നെയാണ് ഈ ശാപം ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നതിൻ്റെ പ്രധാന കാരണം. ഇത് കേട്ട് ടോം ആകെ പരിഭ്രാന്തനാകുന്നു. അവൻ പറയുന്നു, നീ പറയുന്ന സിദ്ധാന്തം ശരിയാണെങ്കിൽ ഈ ദ്വീപിൻ്റെ കഴിഞ്ഞ 400 വർഷത്തെ വംശാവലി മുഴുവൻ നമുക്ക് പരിശോധിക്കേണ്ടി വരും. അതിനാര് വിചാരിച്ചാലും ദിവസങ്ങളെടുക്കും. എന്നാൽ പട്രീഷ്യ സിമ്പിളായി പറയുന്നു, അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന്. കാരണം ടൗൺ ഹാളിലുള്ള റോസ്മേരിക്ക് ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കാൻ വെറും മിനിറ്റുകൾ മതി. ടോമിനതറിയാം അവർ ജീനോളജിയിൽ എക്സ്പേർട്ട് ആണെന്നുള്ളത്. പക്ഷേ ടോമിനെ ഭയപ്പെടുത്തുന്നത് വംശാവലിയെ കണ്ടെത്തുന്ന കാര്യവുമല്ല, റോസ്മേരിയെ കൊണ്ട് അത് ചെയ്യിക്കുന്നതുമല്ല. അയാളെ ശരിക്കും ഭയപ്പെടുത്തുന്നത് അതിനുശേഷം എന്ത് ചെയ്യണം എന്നാലോചിക്കുമ്പോഴാണ്. തങ്ങൾ ജീവിക്കുന്ന ദ്വീപിനെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനല്ലാത്ത ഇമ്മോർട്ടലായ ആ പഴയ മേയർ റിച്ചാർഡിനെ കൊല്ലാൻ പ്ലാൻ ഇടുന്നത് പോലെ അല്ല ഇത്. ഇപ്പോൾ ഈ ദ്വീപിൽ ജീവിച്ചിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ ആ രക്തബന്ധത്തിൻ്റെ പേരിൽ കൊല്ലേണ്ടി വരിക എന്നത് ചിന്തിക്കാൻ പോലും വയ്യാത്ത കാര്യമാണ്. അതൊരു കൂട്ടക്കൊലപാതകമായി മാറും. ആ ഒരു വലിയ ധർമ്മസങ്കടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ടോം തൽക്കാലം ആ ഒരു വലിയ സേർന്ന് മുഴക്കാൻ ഉത്തരവിടുന്നു. ദ്വീപിൻ്റെ മറ്റൊരു വശത്ത്, അതായത് ഹാർബറിൽ കടുത്ത ഭീതിയിലാണ് ജനങ്ങൾ. ബിച്ചിറും അയാളുടെ ഭാര്യ ചെല്ലിയും പട്രോളിംഗ് വണ്ടിക്കുള്ളിൽ കാത്തിരിക്കുവാണ്. ചെല്ലി ഗർഭിണിയാണെന്നറിയാമല്ലോ, അവർക്ക് ഏത് സമയത്തും പ്രസവനം എടുക്കാം. അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റ് വീശുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ദ്വീപിൽ നിന്നുള്ള അവസാന ഫെറി ബോട്ടിൽ കയറി മെയിൻലാൻഡിൽ എത്തിപ്പെടാനാണ് ബച്ചീർ ശ്രമിക്കുന്നത്. എന്നാൽ ചെല്ലി അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. കാലാവസ്ഥ ഇത്രയും മോശമായതുകൊണ്ട് ഇനി ഒരു ഫെറിയും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലെന്നും ഇനി അഥവാ വന്നാൽ തന്നെ ഇത്രയും മലർന്ന കടലിലൂടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ തനിക്ക് പേടിയാണെന്നും അവർ പറയുന്നു. ഈ ദ്വീപിൽ വെച്ച് കുഞ്ഞ് ജനിച്ചാലുണ്ടാകുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഷെല്ലിക്ക് വലിയ അറിവില്ല. എന്നാൽ ബഷീറിന് അത് നന്നായി അറിയാം.
ഈ മണ്ണിൽ വെച്ച് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞും ഈ ശാപത്തിൻ്റെ ഇരയെ മാറും. അതുകൊണ്ട് തന്നെ ബഷീർ അങ്ങേയറ്റം നിരാശനാവുകയും ഒരു ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടെ സൈറൺ കൂടി മുഴങ്ങുന്നത് കേട്ടതോടെ അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ ഹാർബർ മാസ്റ്ററുടെ റൂമിലേക്ക് ഓടിക്കയറുന്നു. അവിടെ ഇരുന്ന കുറച്ച് പെട്രോൾ ക്യാനുകളും ലൈഫ് ജാക്കറ്റുകളും എടുത്ത് വരികയാണ് ലക്ഷ്യം. അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ബോട്ടിൽ ഷെല്ലിയും കൂട്ടി കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഭ്രാന്തൻകളിലേക്ക് കണ്ടുകൊണ്ട് ദൂരെ നിന്നിരുന്ന വിക്ക് ഓടി വന്ന് ബഷീറിനെ തടയുന്നു. എന്നിട്ട് ശാന്തനാക്കാൻ ശ്രമിക്കുന്നു. ഈ കടുത്ത കൊടുങ്കാറ്റിൽ കടലിലേക്ക് ഇറങ്ങുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. അതിനേക്കാൾ നല്ലത് എല്ലാവരും ടൗൺ ഹാളിലേക്ക് പോകുന്നതാണ്. അവിടെ ആകുമ്പോൾ കൊടുങ്കാറ്റിൽ നിന്ന് സുരക്ഷിതമായിരിക്കാം. കൂടാതെ ഷെല്ലിക്ക് പ്രസവനം ഉണ്ടായാൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും അവിടെ ലഭിക്കുകയും ചെയ്യും. വിക്കിൻ്റെ വാക്കുകൾ കേട്ട് ബഷീർ ഒടുവിൽ ആ പ്ലാൻ ഉപേക്ഷിക്കുകയും അവർ ടൗൺ ഹാളിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. കാരണം വേറെ വഴിയില്ല. ഈ സമയം ടൗൺ ഹാളിൽ വലിയൊരു ജനക്കൂട്ടം തന്നെയുണ്ട്. ഡെയിലും ടോമും ബാക്കി ജീവനക്കാരും ചേർന്ന് പേടിച്ചേണ്ട ടൂറിസ്റ്റുകളെ ഓരോരുത്തരെയും ബേസ്മെൻറ്റിലുള്ള അഭയകേന്ദ്രത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതും ഷെട്ടിൽ നമ്പർ 3ലേക്ക്. അപ്പോൾ 1ലും 2ലും എന്താ സംഭവം? അവിടെ ആരും കേട്ടില്ലേ? അടുത്തൊരു മിസ്റ്ററി. അതിനിടയിലാണ് ടോം തൻ്റെ പ്രിയപ്പെട്ടവനായ ഇവാനെ ആ കൂട്ടത്തിൽ കാണുന്നത്. അവനും ടൂറിസ്റ്റ് ഫ്രണ്ട്സിനൊപ്പം ഇതിൽ കൂടിയിട്ടുണ്ട്. ടോം അവനെ പെട്ടെന്ന് വശത്തേക്ക് മാറ്റി നിർത്തി കൈകൾ പിടിച്ചോർപ്പിക്കുന്നു. എന്ത് സംഭവിച്ചാലും മുന്നത്തെ പോലെ ഒന്നും ആ ബേസുകളിൽ നിന്ന് കൂട്ടുകാരുമൊത്ത് പുറത്തിറങ്ങരുത് എന്ന്. അപ്പോൾ ഇവാൻ വളരെ കൂളായി ടോമിനോട് പറയുന്നു, എൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട. നമ്മുടെ റെഡ് സോക്സ് കളിയുടെ സീസൺ ടിക്കറ്റിനെ കുറിച്ച് ഓർത്ത് പേടിക്കുകയും വേണ്ട. ഇനിയും പകുതി മത്സരങ്ങൾ ബാക്കിയുണ്ടല്ലോ, പിന്നെ എപ്പോഴെങ്കിലും പോവാം. ഇവാനത് വളരെ തമാശയെ പറയുന്നതാണെങ്കിലും ടോമിൻ്റെ മുഖത്ത് കടുത്ത സങ്കടവും സ്നേഹവും നിറയുന്നു. അയാൾ ഇവനെ നോക്കുന്നത് വല്ലാത്തൊരു നിസ്സഹായതയോടെയാണ്. കാരണം ഈ ശാപം കാരണം തങ്ങൾക്കൊരു വിനോദ മത്സരം പോലെ ഒരുമിച്ച് കാണാൻ പറ്റുമോ എന്ന് ടോമിന് ഉറപ്പില്ല. ഒരുപക്ഷെ ഇതോടെ അവസാന കൂടിക്കാഴ്ച കൂടി ആയാലോ. പക്ഷേ ഈ സത്യങ്ങളൊന്നും ഇവാനോട് പറയാൻ അയാൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് അയാളൊന്നും മിണ്ടാതെ ഇവനെ കെട്ടിപ്പിടിക്കുക മാത്രമാണ് ചെയ്തത്. ആ ഇമോഷണൽ മൊമെൻറ്റ് പെട്ടെന്ന് തകരുന്നത് പട്രീഷ്യയും കെന്നിയും അങ്ങോട്ടേക്ക് ഓടി വരുമ്പോഴാണ്. അവർ വലിയൊരു വാർത്തയുമായാണ് വന്നിരിക്കുന്നത്. അഭയകേന്ദ്രത്തിലെ മെയിൻ ജനറേറ്റർ പണിമുടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇരിക്കുന്ന ആ ഇടുങ്ങിയ ബേസ്മെൻറ്റിൽ ലൈറ്റും കാറ്റും പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ജനങ്ങൾ പരിഭ്രാന്തരാകും, ശ്വാസം മുട്ടും. ജനറേറ്റർ ഉടൻ തന്നെ നന്നാക്കിയേ തീരൂ. കെന്നി പറയുന്നു, ഇതിൻ്റെ കേടായ ഭാഗങ്ങൾ മാറ്റണമെങ്കിൽ ഗ്യാരറ്റിൻ്റെ കയ്യിൽ ഇതിൻ്റെ സ്പെയർ പാർട്സ് കാണാൻ സാധ്യതയുണ്ട്. കാരണം ലൈറ്റ് ഹൗസിലുള്ള ജനറേറ്ററും ഈ ഷെൽട്ടറിലെ ജനറേറ്ററും ഒരേ മോഡൽ തന്നെയാണ്. കൊള്ളാം. ആ ഗ്യാരറ്റിൻ്റെ മുന്നത്തെ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് 3ാം എപ്പിസോഡിൽ. ഉടൻ തന്നെ ടോം വയർലെസ് റേഡിയോ വഴി ലൈറ്റ് ഹൗസിലുള്ള ഒരു ഗ്യാരറ്റുമായി ബന്ധപ്പെടുന്നു. ടൗൺ ഹാളിലെ ജനറേറ്റർ നന്നാക്കാൻ അതിൻ്റെ സ്പെയർ സ്റ്റാർട്ടർ വേണമെന്ന കാര്യം അയാൾ ഗ്യാരറ്റിനെ അറിയിക്കുന്നു. പക്ഷേ ആ കനത്ത കാറ്റിലും റേഡിയോയിലെ തടസ്സങ്ങൾ കാരണവും അവിടെ വലിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു. ടോം വിചാരിക്കുന്നത് താൻ ലൈറ്റ് ഹൗസിലേക്ക് പോയി അത് വാങ്ങാമെന്നാണ്. എന്നാൽ ഗ്യാരറ്റ് വിചാരിക്കുന്നത് താനതെടുത്ത് ടൗൺ ഹാളിലേക്ക് വരാമെന്നു. രണ്ടുപേരും പരസ്പരം അറിയാതെ ഒരേ സമയം വണ്ടിയെടുത്ത് ഇറങ്ങുന്നു. ടോം കാർ ഓടിച്ച് ലൈറ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ ഗ്യാരറ്റ് തൻ്റെ സൈക്കിളും എടുത്ത് ഊട് വഴിയിലൂടെ ടൗൺ ഹാളിലേക്ക്. എന്ത് മെനക്കെടാൻ നോക്കണേ. അവർ രണ്ടുപേരും 2 വഴിയിലൂടെയാണ് പോയത്. അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് പരസ്പരം കാണാൻ സാധിച്ചതുമില്ല. ടോം ലൈറ്റ് ഹൗസിലെത്തുമ്പോഴാണ് ഗ്യാരറ്റ് അവിടെ ഇല്ലെന്ന കാര്യം മനസ്സിലാക്കുന്നത്. അയാൾ ഉടൻ തന്നെ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ചെങ്ങായി ഊട് വഴിയിലൂടെ നേരത്തെ തന്നെ ടൗൺ ഹാളിലെത്തി ബൈനോക്കുലർ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുക. ഇപ്പോൾ ടോം അത് കണ്ട് വോക്കി ടോക്കി എടുത്ത് ഗ്യാരറ്റിനെ വിളിക്കുന്നു. താൻ സ്പെയർ പാർട്സിന് വേണ്ടിയാണ് വിളിച്ചതെന്ന് പറയുന്നത് ഗ്യാരറ്റ് ഭാഗ്യത്തിന് അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് എത്തിയത്. ടോം അയാളോട് അവിടെ തന്നെ നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും പ്രായമായ ഗ്യാരറ്റ് മെനക്കെടുത്താനായിട്ട് വല്ലാത്ത ധൃതി അക്ഷമയം കാണിച്ചുകൊണ്ട് കേട്ട പതി കേൾക്കാത്ത പതി ഞാനെന്നാ സ്പെയർ പോയി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് വീണ്ടും ലൈറ്റ് ഹൗസിലേക്ക് തിരിക്കാൻ നോക്കുന്നു. ഈ സമയം ആകാശത്ത് ഭീകരമായൊരു വലിയ ടൊർണാഡോ ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് വരുവാണ്. എൻ്റെ പൊന്നോ, മൊത്തം അടിച്ചു പറത്തുന്നത്ര ഭയാനകരമായ സ്റ്റോം. അയാൾ ജീവനം കൊണ്ട് തൻ്റെ കാർ ടൗൺ ഹാളിലേക്ക് പായിക്കുന്നു. അത്രയും വേഗത്തിൽ അയാൾ വണ്ടി ഓടിച്ചതുകൊണ്ട് തന്നെ ഗ്യാരറ്റ് തൻ്റെ സൈക്കിളിൽ തിരികെ പോകുന്നതിന് മുമ്പ് തന്നെ ടോം ടൗൺ ഹാളിലേക്ക് തിരിച്ചെത്തുകയും അയാളെ തടയുകയും ചെയ്യുന്നു. ഉടൻ ഗ്യാരറ്റിനോട് ആ സ്പെയർ പാർട്സ് എടുത്ത് വേഗം ഉള്ളിലേക്ക് കയറാൻ ആക്രോശിക്കുന്നു. അത്രയ്ക്കും രൂക്ഷമായൊരു കാലാവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെയാണ് ദ്വീപിലെ മറ്റൊരു ക്രാക്കായ ടോഡ്, പുള്ളി അറിയാലോ, നമ്മുടെ ഗജ ഫ്രോഡ്, അവൻ തന്നെ കുറേ പെട്ടികളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. ടോം അവനെ കാണുകയും വേഗം ഉള്ളിലേക്ക് കയറാൻ വിളിച്ച് പറയുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കോമഡി എന്തെന്നാൽ ഈ മരണപ്പാച്ചിലിനിടയിലും ടോഡ് ടോമിനെ വിളിക്കുന്നത് വിക്കെന്നാണ്. മുമ്പ് ഇങ്ങനൊരു അബദ്ധം വെച്ചിട്ടില്ലായിരുന്നോ മഷ്റൂം കൊടുത്തത്? അവനിപ്പോഴും ടോമിൻ്റെ പേര് അറിയില്ല. പക്ഷേ ഇവിടെ ടോഡ് തൻ്റെ ലഗേജിൽ നിന്ന് താഴെ പോയ തുണിയും മറ്റും പെറുക്കിക്കൊണ്ടിരിക്കെ ആ നിർണായകമായ നിമിഷത്തിൽ ഭീകരമായ ചുഴലിക്കാറ്റ് ടോഡിൽ നിന്നിറക്കി വരികയും അവനെ പൂർണ്ണമായും വിഴുങ്ങുകയും ചെയ്യുന്നു. സാധാരണ സിനിമകളൊക്കെ കാണുന്ന പോലെ ഒരാളെ കാറ്റ് ദൂരേക്ക് തെറിപ്പിച്ച് കളയുകയല്ല ഇവിടെ ഉണ്ടായത്. അവൻ ആ ചുഴലിയിലേക്ക് പോയി പൊങ്ങി പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ്, ഒരടയാളം പോലും ബാക്കി വയ്ക്കാതെ. ഇതുകൊണ്ട് വായും പൊളന്നിരിക്കുന്ന ടോഡിനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അയാൾ ടോഡ് എവിടെയെങ്കിലും ജീവനോടെ ബാക്കി ഉണ്ടാകട്ടെ എന്ന് മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട് ടൗൺ ഹാളിനുള്ളിലേക്ക് കയറുന്നു. ഉള്ളിലേക്ക് എത്തിയപ്പോൾ പട്രീഷ്യയുടെ വക അടുത്ത ബാഡ് ന്യൂസ്. പ്രായമായ റൂത്ത് ഇതുവരെ അഭയകേന്ദ്രത്തിൽ എത്തിയിട്ടില്ല. റൂത്ത് എവിടെയാണെന്ന് ആർക്കും അറിയുകയില്ല. ടോം പട്രീഷ്യയ്ക്ക് ഉറപ്പ് നൽകുന്നു താൻ എങ്ങനെയെങ്കിലും റൂത്തിനെ കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന്. എന്തായാലും ഈ ഒരു കോലാഹലങ്ങൾക്ക് തൊട്ടു മുമ്പ് തന്നെ ഹാർബറിൽ നിന്ന് വിക്കും ബഷീറും ഷെല്ലിയും ടൗൺ ഹാളിലെത്തിയിരുന്നു.
മുമ്പ് വന്ന ആ ഒരു സമയത്ത് പട്രീഷ്യ വേഗം തന്നെ ബെച്ചിഡിനെ ഗർഭിണിയായ ഷെല്ലിയും അഭയകേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ വിക്കിൻ്റെ ശ്രദ്ധ അപ്പോൾ പോയത് അവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന സാറയുടെ ജേണലിലേക്കായിരുന്നു. അയാൾ ആ ഡയറിയും എടുത്തുകൊണ്ട് നേരെ റോസ്മേരിയുടെ ഓഫീസിലേക്ക് നടന്നു. നടുവേന കൊണ്ടിരിക്കാൻ പോലും വയ്യായിരുന്ന റോസ്മേരിയോട് കൽപ്പിക്കുന്നു ഈ ഡയറി വെച്ച് ഫ്രാൻസിസിൻ്റെ ആ വംശാവലി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. തുടർന്ന് ഇപ്പോൾ ടോം അങ്ങനെ ഓഫീസിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും വിക്ക് അയാളെയും പട്രീഷ്യയും കൂട്ടി മീറ്റിംഗ് റൂമിലേക്ക് പോകുന്നു. കാരണം റോസ്മേരി ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ ആ രക്തബന്ധത്തിൻ്റെ രഹസ്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. റോസ്മേരി ആ 400 വർഷത്തെ വംശാവലി എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. ഫ്രാൻസിസ് വാറൻ പണ്ട് ബർണാബസ് ഫിഷറുമായി ഒന്നിച്ചതിനു ശേഷം ഉണ്ടായ ഒരു വലിയ ഫാമിലി ട്രീ അവൾ ഓരോന്നായി ബോർഡിൽ വിവരിക്കാൻ തുടങ്ങുകയാണ്. എപ്പിസോഡ് കാണുമ്പോൾ ഈ വംശാവലിയുടെ വിവരങ്ങൾ ബോറടിപ്പിക്കുന്നതായി തോന്നാമെങ്കിലും ഈ സീരീസിൻ്റെ ഡാർക്ക് ഹ്യൂമർ ആസ്വദിക്കുന്നവർക്ക് ഈ രംഗം അങ്ങേയറ്റം തമാശയായി തോന്നും. റോസ്മേരി തൻ്റെ പതിവ് ശൈലിയിലുള്ള കേട്ടാൽ ചൊരുക്കിയേറുന്ന ചില കമൻറ്റുകൾ പാസ്സാക്കിക്കൊണ്ടാണ് ഈ ഫാമിലി ട്രീ വിശദീകരിക്കുന്നത്. ഒരു വശത്ത് കൊടുങ്കാറ്റ് അടിച്ച് തകർക്കുന്നു, മറുവശത്ത് അവർ വലിയൊരു പ്രസംഗം നടത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പട്രീഷ്യയുടെ നിലപാടുകളിലെ മാറ്റമാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആ വംശാവലി എങ്ങനെയെങ്കിലും കണ്ടെത്തണം, ആ രക്തബന്ധമുള്ള ആളെ ഇല്ലാതാക്കണം എന്ന കടുത്ത നിലപാടിലായിരുന്നു പട്രീഷ്യ. എന്നാൽ റോസ്മേരി ആ വ്യക്തിയുടെ പേര് പറയുന്നതിന് തൊട്ടുമുമ്പ് പട്രീഷ്യയുടെ മനസ്സിൽ ഭയം നിറയുന്നു. അവൾ പെട്ടെന്ന് ആ കണ്ടെത്തലിന് എതിരാവുകയാണ് ചെയ്യുന്നത്. കാരണം ആ പേര് പുറത്തു വന്നാൽ പിന്നെ തങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യം അത്രമേൽ ക്രൂരമായിരിക്കും എന്നവൾ തിരിച്ചറിയുന്നു. പക്ഷേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഫാമിലി ട്രീ ആർക്കും പറഞ്ഞു കൊടുക്കാതെ വിട്ടുകളയാൻ റോസ്മേരി തയ്യാറല്ലല്ലോ. അവർ ആ വലിയ രഹസ്യം പരസ്യമാക്കുന്നു. റിച്ചാർഡിൻ്റെയും ഫ്രാൻസിസിൻ്റെയും ആ വംശാവലിയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അവസാനത്തെ കണ്ണി മറ്റാരുമല്ല, അത് റൂത്താണ്. റൂത്തിന് കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് അവൾ മരിച്ചാൽ ആ വംശാവലി എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്യും. റിച്ചാർഡ് വാറൻ ശാപത്തിൻ്റെ കാരണക്കാരൻ, പൂർവികൻ, അമർത്യൻ. ടോം അയാളെ ശാപത്തിൻ്റെ ഇടയ്ക്ക് കൊന്നിട്ടും ശാപം മാറിയില്ല. എന്നാൽ ഫ്രാൻസിസ് റിച്ചാർഡിൻ്റെ മകൾ, 1700 രക്ഷപ്പെട്ട പെൺകുട്ടി. അന്ന് അവളെ രക്ഷിച്ചത് തിമിംഗല വേട്ടക്കാരനായ ബർണാബസ് ഫിഷറായിരുന്നു. അയാൾ അവളെ നോക്കി തീറ്റിപ്പറ്റി. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അയാൾ ഫ്രാൻസിസിലൊരു മകനെ ജനിപ്പിച്ചിരുന്നു. ആ മകൻ മുഖേന പരമ്പര അങ്ങനെ തുടർന്നു. എന്നാൽ ഒരു കാര്യം, റിച്ചാർഡിൻ്റെ മിക്ക പിൻഗാമികൾക്കും 4-5 മക്കൾ ഉണ്ടായിരുന്നെങ്കിലും അവരെല്ലാം ഇവഞ്ച്വലി വലിയ പ്രായമെത്താതെ 30-40 വയസ്സിലിരിക്കെ മരണപ്പെടുകയൊക്കെയാണ് ഉണ്ടായത്. ഇതേ പരമ്പരയിൽപ്പെട്ടവരുകളാണ് നമ്മുടെ ഹോട്ടൽ ഇന്നിന് പിന്നിലെ നിഗൂഢ ചരിത്രത്തിൽ മരണപ്പെട്ട ദ അൺഗ്രേറ്റ്ഫുൾ ഹോട്ടൻസ്. മുമ്പൊരിക്കൽ ലോഫ്റ്റീസ് അവിടെ വെച്ച് 3 തവണ പേര് വിളിച്ച പ്രേതം കണ്ണാടി പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞത് ഇവരായിരുന്നു. അങ്ങനെ ഫ്രാൻസിസിൽ തുടർന്ന വംശാവലിയുടെ അവസാനത്തെ കണ്ണി റൂത്ത് ഇപ്പോൾ ജീവനോടെ ഉണ്ട്, കുട്ടികളുമില്ല. ഈ പേര് കേട്ടപ്പോൾ നമ്മളിൽ പലർക്കും ഒരു വശത്ത് വലിയൊരു ആശ്വാസം തോന്നിയിരിക്കാം. കാരണം പലരും വിചാരിച്ചിരുന്നത് ടോമിൻ്റെ പ്രിയപ്പെട്ടവനായ ഇവാനായിരിക്കും ആ വംശാവലിയിലെ കണ്ണി എന്നാണ്. അങ്ങനെ എങ്ങാനും വന്നിരുന്നെങ്കിൽ തൻ്റെ സ്വന്തം ഇവാനെ ഈ ദ്വീപിന് വേണ്ടി ടോമിന് കൊല്ലേണ്ടി വരുമായിരുന്നു. ആ ഒരവസ്ഥ വരാത്തതിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ റൂത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഉണ്ടായ സങ്കടം അതിലും വലുതായിരുന്നു. കാരണം ഈ സീരീസിലെ ഏറ്റവും പാവവും നിഷ്കളങ്കയുമായ ഒരു കഥാപാത്രമാണ് റൂത്ത്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു നല്ല വൃദ്ധ, ജോലി സമയം കഴിഞ്ഞാൽ കൃത്യമായി പഞ്ച് ചെയ്ത് വീട്ടിൽ പോകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു സ്വീറ്റ് ലേഡി. അവരെ എങ്ങനെയാണ് ഒരാൾക്ക് കൊലപ്പെടുത്താൻ തോന്നുക? ഇതുവരെ റൂത്തിനോട് നമുക്ക് സഹതാപം തോന്നാൻ വേണ്ടി പ്രത്യേകിച്ച് സീനുകളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും പ്രായമായ പാവം മനുഷ്യർക്ക് ഒരു ദ്രോഹം സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഏതൊരു പ്രേക്ഷകൻ്റെയും നെഞ്ചി തകർക്കുന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. പട്രീഷ്യയുടെ ചിന്തകളും ഇതേ വഴിയിലാണ് പോകുന്നത്. അവൾക്ക് റൂത്തിനെ കൊല്ലുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. എന്നാൽ ടോമിൻ്റെയും വിക്കിൻ്റെയും മുഖത്തേക്ക് നോക്കൂ, അവരുടെ ഭാവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ദ്വീപിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ശാപത്തിൽ നിന്നും ഇവിടുത്തെ 100 കണക്കിന് ജനങ്ങളുടെ ജീവനെ പ്രതിദിനം ഭീഷണിപ്പെടുത്തുന്ന മരണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ റൂത്തിനെ ഇല്ലാതാക്കുക അല്ലാതെ വേറെ വഴിയില്ലെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. റൂത്തിനെ കൊല്ലണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ടോമും പട്രീഷ്യയും വിക്കും തമ്മിൽ കടുത്ത തർക്കം നടക്കുകയാണ്. ആ തർക്കത്തിനിടയിലേക്കാണ് ടൗണിലെ റെസിഡൻ്റായ മിച്ചിൻ്റെ ഫോൺ കോൾ വരുന്നത്. അദ്ദേഹം ടോമിനോട് പരിഭ്രാന്തിയോടെ പറയുന്നു ദ്വീപിൽ എന്തോ ഒന്ന് പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ടെന്ന്. അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായില്ലെങ്കിലും ഈ ദ്വീപിൻ്റെ പ്രധാന പവർ ഗ്രിഡ് തകർന്നു പോയതേക്കുറിച്ചാണ് അയാൾ പറയുന്നത് നമുക്ക് ഊഹിക്കാം. ഇതുകൂടി കേൾക്കുന്നതോടെ ടോമിൻ്റെ ഉള്ളിലെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്നു. ശാപമുഖേന ഈ കാണുന്ന ടൊർണാഡോ ആക്രമണം ദ്വീപിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ഇനി വരാൻ പോകുന്ന നഷ്ടനഷ്ടങ്ങൾ ഒരിക്കലും നികത്താൻ പറ്റാത്തതായിരിക്കുമെന്നും അയാൾ മനസ്സിലാക്കുന്നു. ഒടുവിൽ ടോം കടുത്തൊരു തീരുമാനമെടുക്കുകയാണ്. അയാൾ ടൗൺ ഹാളിൽ നിന്നും ആ കൊടുങ്കാറ്റിലേക്ക് ഇറങ്ങി നടക്കുന്നു. അയാളുടെ ലക്ഷ്യം റൂത്തിൻ്റെ വീടാണ്. അതെ, റൂത്തിനെ കൊന്ന് ആ വാറൻ വംശാവലിക്ക് എന്നേക്കുമായി അന്ത്യം കുറിക്കാൻ തന്നെയാണ് ടോം പോകുന്നത്. ആലോചിച്ച് നോക്കൂ, കുറച്ച് മുമ്പ് വരെ റൂത്ത് അഭയകേന്ദ്രത്തിൽ എത്തിയില്ലെന്നറിഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ അതേ ടോം തന്നെയാണ് ഇപ്പോൾ അവരെ കൊലപ്പെടുത്താൻ അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നത്. കാലത്തിൻ്റെ ഒരു വിരോധാഭാസം നോക്കണേ. ടോം ശരിക്കും അത്ര ഹൃദയശൂന്യനൊരു മനുഷ്യനാണോ? അല്ല. പക്ഷേ തന്നെ മുന്നിലുള്ളത് ഇവനെ പോലെയുള്ള നിരപരാധികളുടെ ഭാവിയാണ്. അതുകൊണ്ട് അയാൾ റൂത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടേക്കാം. എന്നാൽ ഈ ഷോ നമ്മളെപ്പോഴും അമ്പരിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ചിലപ്പോൾ ടോം റൂത്തിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം. ഈ ദ്വീപിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ മരിക്കാൻ തയ്യാറാവണമെന്ന് അവരോട് ചോദിച്ചേക്കാം.
ഒരുപക്ഷെ ആ പാവം വൃദ്ധ ഈ നരകതുല്യമായ ശാപം അവസാനിക്കാൻ വേണ്ടി സ്വന്തം മരണം സന്തോഷത്തോടെ സ്വീകരിച്ചേക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതൊരു ഡാർക്ക് കോമഡി ഷോയ്ക്ക് ചേർന്ന ഒന്നായിരിക്കില്ല, മറിച്ച് വല്ലാതെ ഡിപ്രസിംഗ് ആയ ഒരു ക്ലൈമാക്സായി മാറും. സോ റൂത്തിൻ്റെ നമ്മൾ ഇതുവരെ കാണാത്ത മുഖം ഇനി കാണേണ്ടി വരുമോ? അതോ അവസാന നിമിഷം പട്രീഷ്യയോ മറ്റാരെങ്കിലോ വന്ന് റൂത്തിന് ജീവൻ കളയാതെ ഈ ശാപം തീർക്കാനുള്ള മറ്റൊരു വഴി കണ്ടെത്തുമോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ടോം റൂത്തിനെ കൊല്ലുമോ അതോ രക്ഷിക്കുമോ? നമുക്ക് BP കിട്ടുന്ന ഒരു സസ്പെൻസിലാണിപ്പോൾ. എന്താകുമെന്നറിയാനും സീസൺ ഫിനാലിക്കുമായി ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പോൾ പങ്കുവയ്ക്കൂ നിങ്ങളുടെ തോട്ട്സ്. ഓർ റീഡ് 5 സ്റ്റാർ ആൻഡ് ഡു നത്തിങ്. അപ്പോൾ പുതിയ ഐറ്റമായി വീണ്ടും കാണാം. ലവ്ലീസ്, ടേക്ക് കെയർ.